Bahrain Roundup, brought to you by Lulu Exchange, Al Hilal Hospital and Medical Center, Arjun Chess Academy, NEC Money Exchange, and Lawrence Center for Global Education. നമസ്കാരം. ഇന്ന് 2026 ഏപ്രിൽ 4 ശനിയാഴ്ച. ബഹ്റിൻ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. രാജ്യത്തിന് നേരെയുള്ള വ്യോമാക്രമണങ്ങളെ ബഹ്റിൻ ഡിഫൻസ് ഫോഴ്സ് അതീവ ജാഗ്രതയോടെ നേരിടുന്നു. ആക്രമണങ്ങൾ ആരംഭിച്ചതു മുതൽ ഇതുവരെ 188 മിസൈലുകളും 453 ഡ്രോണുകളും വ്യോമപ്രതിരോധ സംവിധാനം തകർത്തു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ മാത്രം 8 ഡ്രോണുകളാണ് BDF വെടിവെച്ചിട്ടതെന്ന് നാഷണൽ കമ്മ്യൂണിക്കേഷൻ സെന്റർ സ്ഥിരീകരിച്ചു. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമായ ഇത്തരം വിവേചനരഹിതമായ ആക്രമണങ്ങൾ പ്രാദേശിക സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടി. പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും തകർന്നു വീണ ഡ്രോൺ അവശിഷ്ടങ്ങൾ ഉള്ള സ്ഥലങ്ങളിൽ നിന്നോ സംശയാസ്പദമായ വസ്തുക്കളിൽ നിന്നോ വിട്ടുനിൽക്കണമെന്നും BDF നിർദ്ദേശിച്ചു. ബഹ്റിനിലെ സിത്ര ലക്ഷ്യമാക്കിയെത്തിയ ഇറാൻ ഡ്രോൺ പ്രതിരോധ സേന തകർത്തു. ഇതിന്റെ അവശിഷ്ടങ്ങൾ പതിച്ച 4 സ്വദേശികൾക്ക് നിസ്സാര പരിക്കേൽക്കുകയും വീടുകൾക്ക് നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തു. പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കിയതായും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ അറിയിച്ചു. സംഭവസ്ഥലം സന്ദർശിച്ച പബ്ലിക് സെക്യൂരിറ്റി ചീഫും ക്യാപിറ്റൽ ഗവർണറും സുരക്ഷാ സജ്ജീകരണങ്ങൾ വിലയിരുത്തി. ബാധിക്കപ്പെട്ടവർക്ക് ആവശ്യമായ സഹായവും താമസ സൗകര്യവും നൽകാൻ ഭരണ നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏത് വെല്ലുവിളിയെ നേരിടാൻ ബഹ്റൈൻ സുസജ്ജമാണെന്നും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ പുനരധിവാസ നടപടികൾ പുരോഗമിക്കുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി. ബഹ്റിൻ ഡിഫൻസ് ഫോഴ്സ് സർവ്വസൈന്യാധിപൻ ഫീൽഡ് മാർഷൽ ഷെയ്ഖ് ഖലീഫ ബിൻ ഹമ്മദ് അൽ ഖലീഫയും നാഷണൽ ഗാർഡ് കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫയും കൂടിക്കാഴ്ച നടത്തി. രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ അതീവ സജ്ജമാണെന്ന് ഫീൽഡ് മാർഷൽ വ്യക്തമാക്കി. ഭരണ നേതൃത്വത്തിന്റെ നിരന്തരമായ പിന്തുണയാണ് സൈന്യത്തിന്റെ കരുത്തിന് പിന്നിലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. BDFും നാഷണൽ ഗാർഡും ഉൾപ്പെടെയുള്ള സുരക്ഷാ ഏജൻസികൾ തമ്മിലുള്ള മികച്ച ഏകോപനം രാജ്യത്തിന്റെ സുസ്ഥിരത ഉറപ്പാക്കുന്നു. ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാനുള്ള ദൗത്യം സേനകൾ അതീവ ജാഗ്രതയോടെയാണ് നിർവഹിക്കുന്നതെന്നും കമാൻഡർ ഇൻ ചീഫ് പറഞ്ഞു. രാജ്യത്തെ നഴ്സറികൾ, കിൻഡർ ഗാർട്ടനുകൾ, ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായുള്ള സ്കൂളുകൾ എന്നിവയുടെ പ്രവർത്തനം നാളെ മുതൽ നേരിട്ട് ആരംഭിക്കാൻ വിദ്യാഭ്യാസ മന്ത്രാലയം അനുമതി നൽകി. രക്ഷിതാക്കൾക്ക് തങ്ങളുടെ താൽപ്പര്യപ്രകാരം കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാവുന്നതാണ്. അതേസമയം മറ്റ് ഗ്രേഡുകളിലെ വിദ്യാർത്ഥികൾക്ക് അടുത്ത അറിയിപ്പ് വരെ ഓൺലൈൻ പഠനം തുടരും. അന്താരാഷ്ട്ര പരീക്ഷകൾ നടത്തുന്നതിന് സ്വകാര്യ സ്കൂളുകൾക്ക് അനുമതി നൽകിയിട്ടുണ്ട്. പരീക്ഷ എഴുതാൻ സാധിക്കാത്തവർക്കായി ഫലത്തെ ബാധിക്കാത്ത രീതിയിലുള്ള ബദൽ മൂല്യനിർണ്ണയ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയതായി വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ മുഹമ്മദ് ബിൻ മുബാരക് ജുമ അറിയിച്ചു. അറബ് അനാഥ ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തെ അനാഥരായ കുട്ടികളുടെ ക്ഷേമത്തിനായുള്ള പ്രതിജ്ഞാബദ്ധത ആവർത്തിച്ച് ബഹ്റിൻ റോയൽ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ. കാരുണ്യ പ്രവർത്തന രംഗത്ത് 25 വർഷം പിന്നിടുന്ന ഫൗണ്ടേഷൻ ഇതുവരെ 18,000-ലധികം കുട്ടികൾക്കാണ് വിവിധ രീതിയിലുള്ള പിന്തുണകൾ നൽകിയത്. ഭരണ നേതൃത്വത്തിന്റെ നേരിട്ടുള്ള പിന്തുണ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾക്ക് വലിയ കരുത്താണെന്ന് ആക്ടിംഗ് സെക്രട്ടറി ജനറൽ ഇബ്രാഹിം ദൽഹാൻ അൽ ദോസരി പറഞ്ഞു. ഷെയ്ഖ് നാസർ ബിൻ ഹമ്മദ് അൽ ഖലീഫയുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ നൈപുണ്യ വികസനത്തിനും വിദ്യാഭ്യാസത്തിനുമാണ് ഫൗണ്ടേഷൻ മുൻഗണന നൽകുന്നത്. അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് സജീവമായി എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. One day, your child will face big decisions. Will they have focus? Will they have confidence? Chess builds calm thinking and smart decision-making. It develops confidence, discipline, and patience for life. For kids age 5 to 15, structured learning from beginner to advanced, expert coaches, personal attention. Join Arjun's Chess Academy. Classes available in Zinj Mahuz Manama. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. Lulu Money. ഇന്നത്തെ സ്വർണ്ണ നിരക്ക്
money from any NEC branch or app. Win exciting prizes. NEC Money Exchange. We connect your loved ones since 1993. ചരിത്രപ്രസിദ്ധമായ മനാമ സൂഖിന്റെ പുനർവികസന പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗികമായി തുടക്കമായി. 6.8 ലക്ഷം ബഹ്റിനി ദിനാർ ചിലവിലാണ് ഒന്നാം ഘട്ട നവീകരണം നടക്കുന്നത്. മുസഖാഫ് പ്രവേശന കവാടം, ക്യാനോ മ്യൂസിയം നടപ്പാത, ബാബൽ ബഹ്റിൻ കോംപ്ലക്സ് എന്നിവിടങ്ങളിലെ ജോലികൾ 2026 അവസാനത്തോടെ പൂർത്തിയാകുമെന്ന് ടൂറിസം മന്ത്രാലയം അറിയിച്ചു. സൂഖിന്റെ ചരിത്രപരമായ തനിമ നിലനിർത്തിക്കൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. വ്യാപാരികളുമായി ആലോചിച്ച് അവരുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. പൊതുജനങ്ങൾക്ക് ശല്യമാകുന്ന രീതിയിൽ വാഹനങ്ങളിൽ അമിത ശബ്ദമുണ്ടാക്കുകയും നിയമം ലംഘിക്കുകയും ചെയ്തവർക്കെതിരെ ബഹ്റിൻ ട്രാഫിക് അധികൃതർ കർശന നടപടി സ്വീകരിച്ചു. പിടിയിലായവരുടെ വാഹനങ്ങൾ 60 ദിവസത്തേക്ക് കണ്ടുകെട്ടി. വാഹനങ്ങളിൽ നിയമവിരുദ്ധമായി മാറ്റങ്ങൾ വരുത്തി അശ്രദ്ധമായി വാഹനമോടിച്ചതിനാണ് നടപടി. പൊതുസമാധാനം ലംഘിക്കുന്നവർക്കെതിരെ വരും ദിവസങ്ങളിലും പരിശോധന ശക്തമായി തുടരുമെന്നും നിയമലംഘകർക്കെതിരെ ഒത്തുതീർപ്പില്ലാത്ത നടപടികൾ ഉണ്ടാകുമെന്നും ട്രാഫിക് വിഭാഗം മുന്നറിയിപ്പ് നൽകി. പ്രമുഖ അധ്യാപകനും പ്രഭാഷകനുമായ സജ്ജാദ് ബിൻ അബ്ദുൾ റസാഖിന് അൽമന്നായി കമ്മ്യൂണിറ്റീസ് അവയർനെസ് സെന്റർ മനാമ യൂണിറ്റും വിദ്യാർത്ഥികളും ചേർന്ന് യാത്രയയപ്പ് നൽകി. ദീർഘകാലം അൽമന്നായി മലയാളം വിങ്ങിൽ സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ച അദ്ദേഹം പുതിയ ദൗത്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ഭാഗമായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് ആല്യമ്പത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ വിവിധ സാമൂഹിക പ്രവർത്തകരും റയാൻ സ്റ്റഡി സെന്ററിലെ വിദ്യാർത്ഥികളും ആശംസകൾ നേർന്നു. യൂണിറ്റ് പ്രതിനിധികളുടെ ഉപഹാര സമർപ്പണത്തിന് സജ്ജാദ് ബിൻ അബ്ദുൾ റസാഖ് മറുപടി പ്രഭാഷണം നടത്തി. യൂണിറ്റ് ട്രഷറർ അബ്ദുൽ വഹാബ് നന്ദി രേഖപ്പെടുത്തി. ഇന്ത്യൻ സ്കൂൾ ബഹ്റിൻ ഈസ ടൗൺ റിഫ ക്യാമ്പസുകളിലായി ഏകദേശം 4 ലക്ഷം ബഹ്റിനി ദിനാർ ചിലവിൽ നടപ്പിലാക്കുന്ന സ്മാർട്ട് ക്ലാസ് റൂം പദ്ധതിക്ക് ഔദ്യോഗികമായി തുടക്കമായി. പഠന നിലവാരം ഉയർത്തുന്നതിനൊപ്പം 11,500ഓളം വരുന്ന വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുകയാണ് ഈ ബൃഹത്തായ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ് അറിയിച്ചു. സെയിൻ ബിസിനസ്സുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിലൂടെ സ്കൂളിലെ 350 ക്ലാസ് റൂമുകളാണ് അത്യാധുനിക ഡിജിറ്റൽ സംവിധാനങ്ങളാൽ സജ്ജീകരിച്ചിരിക്കുന്നത്. അതേസമയം രക്ഷിതാക്കളുടെ ആശങ്കകൾ പരിഗണിച്ചുകൊണ്ട് ഏപ്രിൽ മാസത്തെ ട്രാൻസ്പോർട്ട് ഫീസ് നിലവിൽ ഈടാക്കേണ്ടതില്ലെന്ന് സ്കൂൾ മാനേജ്മെന്റ് തീരുമാനിച്ചു. ട്രാൻസ്പോർട്ട് പ്രൊവൈഡറുമായി ഇതു സംബന്ധിച്ച കരാർ വ്യവസ്ഥകൾ ചർച്ച ചെയ്തു വരികയാണ്. 2025 സെപ്റ്റംബർ മുതൽ 2029 ജൂൺ വരെയുള്ള കാലയളവിലേക്കാണ് കരാർ പുതുക്കിയിരിക്കുന്നത്. സ്കൂൾ മെഗാഫെയറിൽ നിന്നുണ്ടായ ലാഭം ട്രാൻസ്പോർട്ട് ചെലവിലേക്ക് വകമാറ്റാൻ സാങ്കേതികമായ തടസ്സങ്ങളുണ്ടെന്നും ചെയർമാൻ വ്യക്തമാക്കി. ഇന്ത്യൻ എംബസിയുടെയും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെയും സഹകരണത്തോടെ JEE പരീക്ഷയുടെ 2ാം സെഷൻ ഏപ്രിൽ 2-ന് വിജയകരമായി സംഘടിപ്പിച്ചുവെന്നും CBSE 12ാം ക്ലാസ് പരീക്ഷയിൽ ഗൾഫ് ടോപ്പറായി മാറിയ ശ്രേയ മനോജിന്റെ നേട്ടം സ്കൂളിന് അഭിമാനമായി മാറിയതായും ചെയർമാൻ പറഞ്ഞു. പരിസ്ഥിതി സൗഹൃദ നടപടികളുടെ ഭാഗമായി നടപ്പിലാക്കിയ സോളാർ പാനൽ പദ്ധതി ഇപ്പോൾ അവസാന ഘട്ടത്തിലാണെന്ന് പറഞ്ഞ അദ്ദേഹം പുതിയ അധ്യയന വർഷം ഏപ്രിൽ 6-ന് ഔദ്യോഗിക നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആരംഭിക്കുമെന്നും അറിയിച്ചു. വാർത്തകളുടെ വിശദവിവരങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റായ 4pmnewsonline.com-ലും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയും ലഭ്യമാണ്. നന്ദി, നമസ്കാരം.